എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ, ലുക്കിംഗ് ഇൻടു ജീസസ് എന്ന ഈ TV പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ദിസ് ഈസ് യുവർ ടൈം. ഇത് നിങ്ങളുടെ സമയമാണ്. ഈ വചന സന്ദേശം നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ, വിടുതലിൻ്റെ, സമാധാനത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ, ദൈവപ്രവൃത്തിയുടെ മിനിറ്റുകളാണ്. കഴിഞ്ഞ നാളുകൾ അനേകരുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവ് സൗഖ്യത്തെയും വിടുതലെയും ആശ്വാസത്തെയും പകർന്നു. അങ്ങനാണെങ്കിൽ വിശ്വസിക്കാം, മാറ്റമില്ലാത്ത ദൈവവചനം ഇന്നും നിങ്ങൾ തുടർന്ന മിനിറ്റുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് സൗഖ്യവും വിടുതലും ദൈവപ്രവൃത്തിയും അനുഭവിപ്പാൻ ഇടവരും. അതുകൊണ്ട് പ്രതീക്ഷയോടെ നമുക്ക് തുടർന്ന മിനിറ്റുകളിൽ ദൈവവചനം കേൾക്കാം. അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സങ്കീർത്തനം 103 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഈ പകലിലെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി വായിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്നും വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം. 5-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. അതിശക്തമായി അതിന്നാണ് ശുശ്രൂഷിക്കുന്നത്. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. അല്ലെങ്കിൽ നിന്റെ യുവത്വം കഴുകനെ പോലെ നവീകരിക്കപ്പെടേണ്ടതിന്, പുതുക്കി വരേണ്ടതിന് അവിടുന്ന് നിന്റെ ജീവിതത്തെ വായിക്ക് നന്മയ്ക്കപ്പുറം നിന്റെ ജീവിതത്തെ നന്മ കൊണ്ട്, നിന്റെ ആയുസ്സിനെ നന്മ കൊണ്ട് ദൈവം തൃപ്തിപ്പെടുത്തും. നാം വായിച്ച ദൈവത്തിന്റെ വചനം 103-ാം സങ്കീർത്തനം. നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് പലതരമായ ബുദ്ധിമുട്ട്, അത് കെടുതി എന്ന് പറയാം, ഇടിഞ്ഞ അനുഭവങ്ങൾ വരാം, ജീർണതയുടെ അനുഭവങ്ങൾ വരാം. ഇതെല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളാണ്. ജീർണത എന്ന് പറയുമ്പോൾ ഒന്ന് നന്നായിരുന്നു, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് കുറഞ്ഞു വരുന്ന അനുഭവമാണ് ജീർണത എന്ന് പറയുന്നത്. അവർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അതിൻ്റെ കുറഞ്ഞു വരുന്ന. എന്നാൽ ചിലപ്പോൾ പെട്ടെന്ന് ഒരു അധപ്പതനം, പെട്ടെന്ന് ബാക്കിലോട്ട് പോകുന്ന അനുഭവം, അങ്ങനത്തെ അനുഭവങ്ങളും മനുഷ്യന്റെ ജീവിതത്തിന്റെ അകത്ത് സംഭവിക്കുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പറയുന്ന ദൈവത്തിന്റെ ദൂത് ഇതാണ്. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഇടിഞ്ഞു പോകുന്ന അനുഭവങ്ങളാകട്ടെ, പെട്ടെന്ന് അധപ്പതനം പോലെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്താകട്ടെ, ഏത് അനുഭവമായിക്കോട്ടെ, അതിൻ്റെ മധ്യത്തിൽ നിന്നും ബൈബിൾ ഒരു ദൈവത്തെ പരിചയപ്പെടുത്തുന്നു. വീണ്ടും നിന്നെ ഉദ്ധരിച്ച് വീണ്ടും നിന്നെ ഉണർത്തുന്ന ഒരു ദൈവമുണ്ട്. 103-ാം സങ്കീർത്തനം വിളിച്ചു പറയുന്നു, നിന്നെ ഉദ്ധരിച്ച് ഉണർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതായത് നിന്നെ വീണ്ടും റീസ്റ്റോർ ചെയ്ത് നിന്നെ റിന്യൂ ചെയ്യുന്ന ഒരു നല്ല കർത്താവുണ്ട്. നിന്നെ ഉദ്ധരിച്ച് വീണ്ടും ഉണർത്തുന്ന ദൈവമുണ്ട്. അധപ്പതനത്തിലേക്ക് പോയ നിന്നെ വീണ്ടും ഉദ്ധരിക്കുന്ന ദൈവമുണ്ട്. ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് താന്നുപോയ നിന്നെ വീണ്ടും നന്മകളാൽ നിറച്ച് നിന്നെ ഉണർത്തിയെടുത്ത് നിന്റെ ജീവിതത്തിൽ പുതിയത് ചെയ്യുന്ന ഒരു നല്ല പുതുക്കം തരുന്ന ഒരു നല്ല ദൈവത്തെയാണ് വിശുദ്ധ ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ദൈവം പ്രവർത്തിക്കുമ്പോൾ അതിനെ വീണ്ടും പുനഃസ്ഥാപിച്ച് വീണ്ടും അതിന്റെ പൂർണ്ണ സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവം. അതിശക്തമായ ഒരു ദൂതിലേക്ക് വരുമ്പോ ഈ 103-ാം സങ്കീർത്തനം നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ പോവാം. ഭക്തനായ ദാവീദ് തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുണയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നതാണ് 103-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൈവത്തിന്റെ കരുണയോർത്ത്, ദൈവത്തിന്റെ വിശ്വസ്തതയോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തും. ഇനി ആദ്യം തുടർന്നുള്ള വാക്കുകൾ ഒന്ന് വായിച്ച് എല്ലാവരും ശ്രദ്ധിച്ചോണം. ഓരോ വാക്കും പ്രവചന ശബ്ദമാണ്. ഓരോ വാക്കും തീ പോലെ ഇറങ്ങും. വിശ്വസിച്ച് ഏറ്റെടുത്താൽ ആൾ മാറിയതുപോലെ പരിശുദ്ധാത്മാവ് മാറ്റാൻ പോവുകയാണ്. കൊതിയോടെ ഈ തുറന്ന മിനിറ്റുകളായിരുന്നു. യെസ്, വായിച്ചോ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എന്റെ സർവ്വ അന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ, ഓരോ വ്യക്തിയോട് പറയും, ഓ മൈ സോൾ, നീ ദൈവത്തെ എന്ത് ചെയ്യുക? വാഴ്ത്തുക. ഓരോ ഇൻഡിവിജ്വൽ വ്യക്തിയോടാ പറയുന്നത്. എൻ മനമേ, നീ ദൈവത്തെ എന്ത് ചെയ്യുക?
എന്റെ ജനമേ യഹോവയെ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവന്റെ ഓരോ ബെനഫിറ്റും, ദൈവം തരുന്ന ഓരോ വഴികളും, ദൈവം തരുന്ന ഓരോ നന്മകളും എന്ത് ചെയ്യരുത്? നീ മറക്കരുത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവത്തെ സ്തുതിക്കുവാൻ സങ്കീർത്തനക്കാരൻ ആഹ്വാനം ചെയ്തിട്ട് പറയുകയാണ്, നീ അവന്റെ ഉപകാരങ്ങൾ ഒന്നും എൻ മനമേ മറക്കരുത്. നമ്മുടെ ജീവിതത്തിന്റെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതി വെക്കേണ്ട ഒരു സത്യം, ദൈവം ചെയ്ത ബെനഫിറ്റുകൾ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഒരിക്കലും മറക്കരുത്. നമ്മൾ പറയും, എന്റെ ജീവിതത്തിൽ ഇന്നലകളിൽ പ്രാർത്ഥിച്ചത് ചിലത് കാണാനുണ്ട് വിടുതൽ, ചിലതിന്റെ വിടുതലേക്ക് ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന് നമ്മൾ പറയുന്നുണ്ടാകാം. പക്ഷെ ബൈബിൾ പറയുന്നു, ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഒന്നും നീ എന്ത് ചെയ്യരുത്? മറക്കരുത്. ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ ദൈവം ഒത്തിരി നന്മകൾ ചെയ്തിട്ടുണ്ട്, അതിനെ നീ ഒരിക്കലും മറന്നു പോകരുത്. ദൈവം വിശുദ്ധ ബൈബിളിൽ നിന്ന് ആഗ്രഹിക്കുന്ന, നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ അറിയാം? ഒരു നന്ദിയുള്ള മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അത്ഭുതം നടക്കുന്നതും അവിടാണ്. നന്ദിയുള്ള മനസ്സ് നമ്മുടെ ജീവിതത്തിന്റെ അകത്തുണ്ടായിരിക്കും. ഇത് പറയുമ്പോൾ അതിന്റെ 7-ാം വാക്യത്തിൽ മനോഹരമായി പറയുന്നുണ്ട്, അവൻ നിന്റെ വഴികളെ അവൻ തന്റെ വഴികളെ മോശെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. എന്തുകൊണ്ട്? നീ അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. കഴിഞ്ഞ നാളിൽ ദൈവം തന്റെ വഴി, ദൈവം തന്റെ ജനത്തിനോട് പ്രത്യേകമായി മോശയോടും അവൻ തന്റെ വഴിയെ കാണിച്ചു കൊടുത്തു. ഇന്ന് എനിക്ക് വഴിയില്ലയോ, ഇന്നെന്റെ വിഷയത്തിൽ ചില വിഷയത്തിന് വിടുതൽ എനിക്ക് കിട്ടാനുണ്ട്, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ മോശ പറയാണ്, നമ്മുടെ പിതാക്കന്മാർക്ക് ദൈവം തന്റെ ഇസ്രായേൽ ജനത്തിനും മോശയ്ക്കും തന്റെ വഴിയെ അവൻ അറിയിച്ചു. തന്റെ പ്രവൃത്തിയും തന്റെ വഴികളും, ദൈവത്തിന്റെ അസാധാരണമായ വഴികളും അത്ഭുതകരമായ പ്രവൃത്തികളും ദൈവം അറിയിച്ചു. അതുകൊണ്ട് ഈ ദൈവത്തെ, അവന്റെ ഉപകാരങ്ങളെ നീ ഒരിക്കലും മറക്കരുത്. ഇന്ന് പകൽ എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് പറയുന്നു, ദൈവത്തിന്റെ ഉപകാരങ്ങളെ, ദൈവത്തിന്റെ വഴികളെ ഒരിക്കലും മറക്കരുത്. ഹല്ലേലൂയ. നീണ്ട വർഷം, 400-ൽ പരം വർഷം അടിമത്തത്തിന്റെ ചങ്ങലയെ കിടന്ന് ഒരിക്കലും ഇവനെയൊക്കെ വിടത്തില്ല എന്ന് പറഞ്ഞ് ഫറവോൻ അടിമത്തം വെല്ലുവിളിച്ച് അധികാരം ഉറപ്പിച്ചു നിന്നപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ദൈവത്തിന്റെ സംഹാര ദൂതനിറങ്ങി വിടത്തില്ലെന്ന് പറഞ്ഞവന്റെ വാ കൊണ്ട് അവനെ വിടിയിപ്പിച്ച ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എത്ര വലിയ ബന്ധനമാണെങ്കിലോ നിന്നെ മുന്നോട്ട് ഒരടി പോലും വിടത്തില്ലെന്ന് പറഞ്ഞ എത്ര ഫറവോൻ ഇരുന്ന് ആരുന്ന് വാണായാലോ, പക്ഷെ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടാൽ അത് പൊട്ടിച്ച് നിനക്കൊരു പുറപ്പാടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകലും ദൈവം പറയുന്നു, അവന്റെ ഉപകാരം ഒന്നും മറക്കരുത്. അവൻ ഇന്നും നിന്റെ അടിമത്തത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് മാത്രമാണോ? ഇറങ്ങി തിരിച്ചിട്ട് മുമ്പിൽ ഒരിക്കലും മറുകര കാണാൻ പറ്റാത്ത ചെങ്കടൽ പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുന്നു. തിരിഞ്ഞോടാൻ പറ്റത്തില്ല. എവിടുന്ന് ഇറങ്ങി വന്നോ അവനും വലിയ കൂട്ടരും രഥങ്ങളും ശക്തമായി തിരിച്ചു വരുന്നു. മുന്നോട്ടൊരടി പോലും വെക്കാൻ പറ്റാത്ത അവസ്ഥ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലായിരിക്കുമ്പോഴും അവിടെ സംഭവിക്കുന്നു. ഒറ്റ രാത്രി കൊണ്ട് കാറ്റടിപ്പിച്ച് ചെങ്കടലിനെ ഉണക്കി തന്റെ ജനത്തെ മറുകര കാണിച്ചൊരു ദൈവം, അവന്റെ വഴി നീ ഒരിക്കലും മറക്കരുത്. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ മുന്നോട്ട് പോകാൻ ഒരു വഴിയും കാണാത്ത ചെങ്കടലിൽ നിൽക്കുമ്പോഴോ കഴിഞ്ഞ നാളിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ നീ മറക്കരുത്. അവൻ വഴി തുറക്കും. ഹല്ലേലൂയ. ഭക്ഷിപ്പാൻ ആഹാരം വേണമെന്ന് പറഞ്ഞപ്പോൾ പ്രഭാതത്തിൽ മന്ന പൊഴിച്ചു കൊടുത്തവൻ, ഇറച്ചി വേണമെന്ന് പറഞ്ഞപ്പോൾ ഒറ്റ കാറ്റിനാൽ കാടയെ പറത്തിക്കൊണ്ടുവന്ന് കൂടാരത്തിന്റെ മുമ്പിൽ നിർത്തിച്ച ദൈവം, വെള്ളമില്ലെന്ന് പറഞ്ഞപ്പോൾ ദാഹിച്ച് ചത്തുവീരുമെന്ന് പറഞ്ഞപ്പോൾ മുമ്പിൽ കണ്ട പാറയെ പിളർന്ന് ഉറവയെ തുറന്നു കൊടുത്ത ദൈവം.
കിട്ടിയ വെള്ളം കയ്പാണ്, കുടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ അടുത്ത് നിന്നൊരു വൃക്ഷത്തിന്റെ കൊമ്പിനെ വെട്ടിയിട്ട് അമ്മ കയ്പിനെ മധുരമാക്കി തന്റെ ജനത്തെ നടത്തിയ ഒരു മഹാദൈവമുണ്ട്. അവന്റെ ഉപകാരങ്ങളെ ഒന്നും 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 മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദി കരയറ്റാൻ ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നു. ഇന്നൊരു തീരുമാനം എടുക്കണം. കഴിഞ്ഞ മണിക്കൂർ വരെ ദൈവം ചെയ്ത ചില ഉപകാരങ്ങളുണ്ട്, അതിന് ദൈവത്തിന് താങ്ക്സ് ഗിവിംഗ് കൊടുക്കണം. നന്ദിയുള്ള ഹൃദയം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. അങ്ങനെ നന്ദിയുള്ള ഹൃദയത്തോടെ പ്രതിസന്ധിയിലും പാടിയാൽ, സ്തുതിച്ചാൽ, ആരാധിച്ചാൽ പിന്നെ നടക്കുന്നത് വൻ അത്ഭുതമായിരിക്കും. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് കാരാഗ്രഹത്തിലാക്കുന്ന അവസ്ഥയുണ്ട്. സുവിശേഷത്തിന് വേണ്ടി നിന്നതിന്റെ പേരിൽ അവരെ ഭയങ്കരമായി ദണ്ഡിപ്പിച്ച് അടിപ്പിച്ചു. ശക്തമായ നിയമമായതുകൊണ്ട് കാലാമത്തിലിട്ട് പൂട്ടി. സാധാ തടവറയിലല്ല, ഉള്ളിൽ അകത്തെ തടവറയിൽ എന്ത് ചെയ്തു? അവരെ ആക്കി. നോർമലി സ്തുതിക്കാൻ ഒരു വകയില്ല, പക്ഷേ കഴിഞ്ഞ നാളിൽ ചെയ്ത ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് ബൈബിൾ പറയുന്ന അവർ പ്രാർത്ഥിച്ച് പാടി സ്തുതിച്ചു. നോർമലി നോക്കിയാൽ ഇപ്പോൾ ആരാധിക്കാനുള്ള ഒരു മനസ്സുള്ള അവസ്ഥയാണോ? അല്ല. സാഹചര്യം അനുകൂലമാകുമ്പോ മാത്രമല്ല, പ്രതികൂലത്തിന്റെ നിൽക്കുമ്പോൾ അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കാതെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി, കർത്താവോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സംഭവിച്ചെന്താണെന്നറിയാമോ? വമ്പൻ കുലുക്കം വരാൻ തുടങ്ങി. അടിസ്ഥാനം കുലുങ്ങി. കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നു. അവരെ ബന്ധിച്ച ചങ്ങലകൾ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞു പുറത്തു പോകാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒരു ദൂത് പറയാ. ഏതിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ഉപകാരങ്ങളെ മറക്കാതെ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവ പൈതലെ, ഏത് അടിസ്ഥാനവും പ്രാർത്ഥനയുടെയും ആരാധനയുടെ മുമ്പിൽ എന്റെ ദൈവത്താൽ കുലുങ്ങി മാറിയിരിക്കാം. ഏത് അടയപ്പെട്ട വാതിലും എന്റെ ദൈവത്തിന്റെ മുമ്പിൽ തുറക്കാം. ഏത് ബന്ധിക്കപ്പെട്ട ചങ്ങലകളും അയ്യോ ഞങ്ങളുടെ കാലാമത്തിലിട്ട് പൂട്ടിയല്ലോ, ഞങ്ങളുടെ കൈ ചങ്ങലയിലാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. അതായിരിക്കുമ്പോൾ നീ സ്തുതിച്ചു തുടങ്ങിക്കോ. നീ പോലും അറിയാതെ ചങ്ങലകൾ അഴിയുന്നു. ഇന്ന് പകൽ പറഞ്ഞു, അയ്യോ എനിക്ക് രോഗമാണ്, എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, ഞാൻ വല്ലാതെ നിൽക്കുന്നത്. നീ സ്തുതിച്ചു തുടങ്ങിക്കോ. അവന്റെ ഉപകാരങ്ങൾ മറക്കാതെ ആരാധിച്ചോ. അഴിയേണ്ടത് അഴിയോ, പൊട്ടേണ്ടത് പൊട്ടും, തുറക്കേണ്ടത് തുറക്കും. കുലുങ്ങി മാറേണ്ടത് നാളുകളായി പിശാച് വെച്ച അടിസ്ഥാനങ്ങൾ, എതിർ പ്രാർത്ഥനയുടെ അടിസ്ഥാനങ്ങൾ കുലുക്കി മാറ്റും ദൈവം. അവന്റെ ഉപകാരങ്ങൾ ഒന്നും നീ എന്ത് ചെയ്യരുത്? മറക്കരുത്. അതുകൊണ്ട് ഇന്ന് പകൽ ഒരു തീരുമാനത്തോടെ ഇന്ന് ഈ ആരാധന കഴിഞ്ഞ് പോകണം. ഉപകാരങ്ങൾ മറക്കാതെ ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരും. സാഹചര്യം എന്തോ ആയിക്കോട്ടെ, അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തി തുടങ്ങിക്കോ. ചങ്ങലകൾ പൊട്ടുന്നത് നിങ്ങൾ കാണാൻ പോവാ. അടിസ്ഥാനങ്ങൾ കുലുങ്ങി മറന്ന് കാണാൻ പോവാ. വാതിൽ തുറക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പൊ ഇത് പറഞ്ഞിട്ട് അടുത്ത ചില വാക്യം, അവന്റെ ഉപകാരങ്ങൾ ഒന്നും നീ മറക്കരുത്. എന്നിട്ട് എന്താ ഈ ദൈവം ചെയ്യുന്നേ? ആ ദൂതിലേക്ക് വരിക. അതുകൊണ്ടാ പറഞ്ഞേ, എന്തവൻ ചെയ്യും, എന്തിന് വിടുതൽ നൽകും. ഇനി 3 തൊട്ടൊന്ന് വായിച്ചേ. അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു. നമ്പർ 1, അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു. നിന്റെ സകല പാപങ്ങളെയും ക്ഷമിക്കുന്ന, മോചിക്കുന്ന ഒരു നല്ല കർത്താവ് ദൈവം എന്ത് ചെയ്യുന്നു? അവരെന്താ ചെയ്യുന്നേ? നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു. ദൈവത്തിന്റെ ബ്ലെസ്സിങ്ങിന്റെ, എല്ലാരും ശ്രദ്ധിച്ചേ, ദൈവാനുഗ്രഹത്തിന്റെ ഏറ്റവും വലിയ ഫൗണ്ടേഷൻ എവിടെ കിടക്കുന്നതെന്ന് അറിയാമോ? ക്ഷമയിലാ കിടക്കുന്നത്. ഒന്ന് ആര് ക്ഷമിക്കണം? ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും. അതിനുവേണ്ടിയാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. ബൈബിൾ പറയുന്നു, രക്ഷിപ്പാതിരിപ്പാൻ തക്കവണ്ണം യഹോവയുടെ കൈ എന്ത് ചെയ്തിട്ടില്ല? കുറുകിപ്പോയിട്ടില്ല. കേൾപ്പാതിരിപ്പാൻ തക്കവണ്ണം അവന്റെ കാത്, ചെവി എന്ത് ചെയ്തിട്ടില്ല? മന്ദമായി പോയിട്ടില്ല. നിങ്ങളുടെ ദൈവത്തെ അകറ്റുന്നത് നിങ്ങളുടെ പാപമത്രേ. അപ്പൊ പാപം വരുമ്പോ ജീവനുള്ള ദൈവമായിട്ട് അകൽച്ച വരിക, സെപ്പറേഷൻ വരിക. അതിനെ പറയുന്ന പേരാണ് ആത്മീയ മരണം, സ്പിരിച്വൽ ഡെത്ത്. ആത്മീയ മരണം. ആദമും ഹവ്വയും ഇന്ന വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുതെന്ന് പറഞ്ഞിട്ട് കഴിക്കുന്ന നാളെ നിങ്ങൾ എന്ത് ചെയ്യും?
മരിക്കും. നമ്മൾ പിന്നെ അവർ മരിക്കുന്നത് അവിടെ കണ്ടിട്ടില്ല. എന്താ സംഭവിച്ചു കഴിച്ച് മരണം നടന്നു. ദൈവവുമായിട്ടുള്ള സെപ്പറേഷൻ, ആത്മീയ മരണം, സ്പിരിച്വൽ ഡെത്ത് സംഭവിക്കുക. ആ ദൈവിക ബന്ധം മാറുന്നതിന് ആത്മീയ മരണം എന്ന് പറഞ്ഞു. അപ്പൊ ആ സെപ്പറേഷൻ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ബ്ലെസ്സിങ് നമുക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അനുഭവിക്കാൻ പറ്റത്തില്ല. അപ്പൊ ദൈവം ചെയ്യുന്ന ആദ്യ പ്രവൃത്തി എന്താ? ദൈവത്തിന്റെ പ്രവൃത്തി എന്താ? അവൻ നിന്റെ അകൃത്യങ്ങളൊക്കെയും മോചിക്കും. ദൈവം നമ്മുടെ അകൃത്യം മോചിച്ചില്ലേ? കാൽവറിയിൽ യേശു കർത്താവ്, നേരത്തെ കർത്താവ് ജിജുബർ പറഞ്ഞതുപോലെ, ഒരിക്കലായി എന്നേക്കുമായി അച്ചുകൊറ്റന്മാരുടെയോ പശുക്കിടാവിന്റെയോ എന്തെങ്കിലും രക്തമല്ല, അതൊക്കെ ആണ്ടുതോറും വീണ്ടും യാഗമർപ്പിക്കണം, ഒഴിക്കണം, രക്തം ചീന്തണം. പക്ഷെ ഒരിക്കലായി എന്നേക്കുമായി കാൽവറിയിൽ ഒരു യാഗം എനിക്കും നിനക്കും വേണ്ടി കഴിച്ച് അവസാനത്തുള്ളി രക്തം വരെ നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി എന്റെ കർത്താവ് ഒഴുക്കി വില കൊടുത്തു വാങ്ങി നമ്മെ. അതാ ബൈബിൾ പറയുന്നേ. 1 യോഹന്നാൻ 1:7 പറയുന്നു, അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ. നമ്മുടെ അകൃത്യം മോചിച്ചത് എങ്ങനാ? യേശു നമുക്ക് വേണ്ടി മരിച്ചു. യേശു മരിച്ചത് കൊണ്ട് നമ്മുടെ പാപം ഒറ്റ കാര്യമുള്ളൂ, നമ്മളത് ഏറ്റു പറഞ്ഞ് സ്വീകരിക്കും. അത് തന്നെ 1 യോഹന്നാൻ 1:9 പറയുന്നുണ്ട്, നിങ്ങൾ ആ പാപങ്ങളെ ഏറ്റു പറയുമെങ്കിൽ, ഹല്ലേലൂയ, കൺഫസ് അവർ സിൻ, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞാൽ അവൻ നമ്മെ നീതീകരിക്കാൻ, ശുദ്ധീകരിക്കാൻ, മറക്കാൻ വിശ്വസ്തനായ ദൈവമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുമ്പോ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അപ്പൊ നമ്പർ 1, എൻ മനമേ അവന്റെ ഉപകാരങ്ങൾ ഒന്നും നീ എന്ത് ചെയ്യരുത്, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഏറ്റവും പ്രധാനപ്പെട്ട ചെയ്തി എന്താണെന്ന് അറിയാമോ? നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു കർത്താവ്. നമ്മുടെ പാപങ്ങളെ എന്ത് ചെയ്തു? യേശു എന്തു ചെയ്തു? ചിലർ ചോദിക്കാണ്, നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് പോയിട്ട് എന്തോ കിട്ടി? ഉള്ളിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു. അവനെ ചിലപ്പോൾ പറഞ്ഞ വെളിപ്പാട് അവൻ ഉദ്ദേശിക്കുന്നത് ഈ ഭൗതികമായി എന്താണ്ട് കാര്യമായി അവൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒന്നാമത് കിട്ടുന്ന എന്താണെന്നറിയാമോ? എന്റെ പാപത്തെ കാൽവറി യാഗമായവൻ എനിക്ക് വേണ്ടി ക്ഷമിച്ചത് ഞാൻ ഇന്ന് തിരിച്ചറിഞ്ഞു. അവന്റെ അകൃത്യത്തെ ക്ഷമിച്ചിരിക്കുന്നു. പാപത്തെ ക്ഷമിച്ചു. അവൻ ചെയ്ത ഒന്നാമത്തെ ഉപകാരം. അതിന്റെ ഗുണം എന്താണെന്നറിയാമോ? എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, മുമ്പേ നിങ്ങൾ ദൂരസ്ഥരായിരുന്നു, അന്യരായി പരദേശിയുമായി ദൈവത്തിൽ അകന്നിരിക്കുന്നു. ഇപ്പോഴോ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങൾ ആരായിരിക്കുന്നു? സമീപസ്ഥരായിരിക്കുന്നു. ദൈവത്തിന്റെ അടുത്തേക്ക് നിനക്ക് ധൈര്യത്തോടെ ആബാ പിതാവേ എന്ന് പറഞ്ഞ് മകനെന്ന അവകാശത്തോടെ എന്റെ അപ്പന്റെ സന്നിധിയിലേക്ക് അടുത്തു വരാ. അപ്പന് കരുണ തോന്നുന്ന പോലെ, എന്റെ മക്കളോട് കരുണ തോന്നുന്ന പോലെ ദൈവത്തിന് തന്റെ ജനത്തോട് എന്ത് ചെയ്യുന്നു? കരുണ തോന്നുന്ന ദൈവമാണ്. പാപങ്ങളെ, അകൃത്യങ്ങളെ മോചിക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കരുകൾ പ്രാപിച്ച എല്ലാ ദൈവ കുഞ്ഞുങ്ങളോട് പറയുന്നു, വിശ്വസിച്ച നിങ്ങൾ അവന്റെ രക്തത്താൽ കരുകൾ പ്രാപിച്ച് അവന്റെ മകനും മകളുമായി തീർന്ന് നിനക്ക് ധൈര്യത്തോടെ എന്റെ അപ്പന്റെ അടുത്തേക്ക് കടന്നു വരാം. നമ്മുടെ ഏത് വീഴ്ചയിലായിക്കോട്ടെ, ഏത് പാപമായിക്കോട്ടെ, അത് ക്ഷമിച്ച് ശുദ്ധീകരിച്ച് നമ്മെ നീതിമാനാക്കുന്ന ഒരു നല്ല ദൈവം. അപ്പൊ ദൈവം നമ്പർ 1 നമ്മുടെ അകൃത്യമൊക്കെയും എന്ത് ചെയ്യുന്നു? മോചിക്കും. ഇന്ന് പകൽ നമ്മുടെ അകൃത്യങ്ങളെ മോചിച്ച് മക്കളാക്കി, അവകാശികളാക്കി നമ്മെ തീർത്തൊരു നല്ല ദൈവമുണ്ട്. നമ്മുടെ എല്ലാം ക്ഷമിച്ചു അവന്റെ മക്കളാക്കി ദൈവം നമ്മെ മാറ്റി. അടുത്തത്, അവൻ അകൃത്യമൊക്കെ മോചിക്കുന്നു. നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ സൗഖ്യമാക്കുന്നു. നമ്പർ 2, എന്തുകൊണ്ട്? അവന്റെ ഉപകാരങ്ങൾ ഒന്നും നീ മറക്കരുത്. നിന്റെ രോഗങ്ങളെ അവൻ എന്ത് ചെയ്യും? സൗഖ്യമാക്കും. ശാരീരികം മാത്രമല്ല, അതിനേക്കാൾ വലിയ കഠിനമാണ് മനസ്സിന് പിടിച്ച വേണ്ട സൗഖ്യം. നിന്റെ ശരീരത്തെയും നിന്റെ മനസ്സിനെയും നിന്റെ വൈകാരിക തലങ്ങളെയും അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. പുറപ്പാടിൽ പറയും, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. സംഘത്തിൽ പറയുന്നു, നീ മനസ്സ് തകർന്നവന്റെ മുറിവുകളെ കെട്ടി ആ മുറിവുകളെ ഞാൻ സൗഖ്യമാക്കുന്നു. പത്രോസ് പറയുന്നു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, വേദനകളെ ചുമന്നു, അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യശയ്യാപ്രവാചകനും വിളിച്ചു പറയുന്നു. അപ്പൊ ദൈവം അകൃത്യങ്ങളെ മോചിക്കുക മാത്രമല്ല, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കിയ. ഇത് ഓരോന്നും ഇതിനെ പറയുന്നതെന്നറിയാമോ? നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുക.
ജീവിതത്തിൽ അകന്നുപോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ യേശുവിന്റെ രക്തം നിന്നെ വീണ്ടും അടുപ്പിക്കുകയാണ്. നീ എവിടെങ്കിലും ഒരു സൗഖ്യം വേണമെന്ന് ഇന്നും ആഗ്രഹിച്ച കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ രോഗത്തെ സൗഖ്യമാക്കുന്ന ഒരു നല്ലൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് മാറ്റമില്ല, പക്ഷെ ഒരു വിഷയമല്ല, പക്ഷെ ദൈവം അന്നും ഇന്നും നാളെയും അവൻ സൗഖ്യദായകനാണ്. അവൻ വിട്ടുവയ്ക്കുന്ന ദൈവമാണ്. സകല രോഗങ്ങളെ സൗഖ്യമാക്കും. മനസ്സിനെ, നിന്റെ ആത്മാവിനെ, നിന്റെ ശരീരത്തെ എവിടാണോ വേണ്ടത് അവിടെ സൗഖ്യത്തെ നൽകും. ഇന്ന് പകൽ മനസ്സിന് സൗഖ്യം വേണോ? എന്റെ കർത്താവ് മനസ്സിന് സൗഖ്യം തരും. നമുക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യം അതാ. മനസ്സിനാണ് എല്ലാവിധ ദോഷങ്ങളും. മനസ്സാണ് നമ്മളെ ഡിസ്ട്രാക്ട് ആക്കുന്നത്. മനസ്സാണ് നമ്മളെ വഴി ട്രാക്ക് മാറ്റിവിടുന്നത്. ഈ മനസ്സിൽ കയറിക്കൂടിയതാണ് ക്ഷമിക്കാൻ നമ്മളെ അനുവദിക്കാത്തത്. മനസ്സിൽ കയറിക്കൂടിയതാണ് അവര് ചിന്തിച്ചില്ലേലും അവരെ കുറിച്ച് വേണ്ടാത്തത് അവരങ്ങനെ ചിന്തിച്ചു എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. ഇതെല്ലാം മനസ്സിന്റെ കളങ്കതകളാണ്. ഇന്ന് പകൽ എന്റെ ദൈവം ഒന്ന് തൊട്ട് സൗഖ്യമാക്കിയാലുണ്ടല്ലോ, ഹല്ലേലൂയ, അതിനപ്പുറത്ത് വേറൊരു വിടുതലില്ല. ഇന്ന് പകലും ആരെങ്കിലും മനസ്സിന്റെ അകത്ത് വൈകാരിക ഇമോഷന്റെ അകത്ത് നിനക്കൊരു സൗഖ്യം വേണമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിച്ചോണ്. ദൈവാത്മാവ് ചില മൈൻഡുകളെ, ഈ മനസ്സിന് സൗഖ്യം കിട്ടിയാലുള്ള ഏറ്റവും ഗുണം എന്തറിയാമോ? നമുക്ക് തന്നെ ഒരു വലിയ സന്തോഷമായിരിക്കും. ഈ നമുക്ക് തന്നെ എന്തുണ്ടാവും? നമ്മുടെ പ്രശ്നം അതാ. കാര്യങ്ങളൊക്കെ ഉണ്ട്, വരുന്നു, പ്രാർത്ഥിക്കുന്നു, പക്ഷേ മനസ്സിന്റെ അകത്തൊരു സന്തോഷം വരുന്നില്ല. കാര്യം എന്താ? ഇതിന്റെ അകത്തേക്ക് ഒരു ആത്മാവിന്റെ പ്രവൃത്തി ഇറങ്ങി ഒരു സൗഖ്യത്തിന് വിട്ടുകൊടുക്കണം. നമ്മളിവിടെ ആരാധനയ്ക്ക് വരുന്നു. ഈ പാട്ടും ആരാധനയോ ഈ അന്തരീക്ഷവും വചന പ്രസംഗവും ഇതൊക്കെ ഒരു നമുക്കൊരു ആത്മീയ ചൈതന്യം ഉണ്ടാക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് നമ്മുടെ പുറമേ നമുക്കൊരു ചൈതന്യമായി മാറും. ആ ചൈതന്യത്തെ അകത്തേക്ക് സ്വീകരിക്കണം. അപ്പോഴാണ് മനസ്സിൽ എന്ത് ചെയ്യാൻ പറ്റും? വിടുതൽ അനുഭവിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഏങ്ങലോടെ നമ്മൾ ജീവിക്കാൻ പോകും. അത് ഭയങ്കര കെടുതിയാണ്. എപ്പോഴും അങ്ങനെ ആയിരിക്കും. അങ്ങനല്ല. അതൊരാൾ ചെയ്തത് മാത്രമല്ല, വേറൊരാൾ ചെയ്ത വിഷയം മാത്രമല്ല. ദൈവം നമ്മളോട് നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നില്ലേലും അപ്പോഴും നമുക്ക് ഈ വിഷയം ഉണ്ടാവും. അല്ല, നമുക്ക് മനസ്സിന് മുറിവ് വേറൊരാൾ ഇങ്ങോട്ട് നമുക്ക് ചെയ്യണമെന്ന് മാത്രമില്ല. നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തിന് വിടുതൽ കിട്ടിയില്ലേലും നമ്മുടെ മനസ്സിൽ ഒന്നും ഉണ്ടാവും, മുറിവുകളുണ്ടാവും. പക്ഷെ ഒരു കാര്യം, ഇവൻ സൗഖ്യദായകനാ. അവൻ നിന്റെ സകല രോഗത്തെ സകലതും, അത് ഫിസിക്കലും മാത്രമല്ല, മെന്റലും മാത്രമല്ല, ഹല്ലേലൂയ, ഏത് തലത്തിലായിക്കോട്ടെ അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. മനസ്സിന് സൗഖ്യം എന്ന് പ്രാപിച്ച നിങ്ങൾ ആള് മാറും, ചിരി വർദ്ധിക്കും, ഉള്ളി ഈ വെള്ളം തിളച്ച് പറഞ്ഞ ബബിള് പൊങ്ങുന്ന പോലെ അകത്ത് പുറത്തൊത്തിരി കാര്യങ്ങൾ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും അകത്തൊരു വലിയ സന്തോഷമായിരിക്കും. മനസ്സോർന്ന് സംസാരിക്കാൻ തോന്നും, മനസ്സോർന്ന് മിണ്ടാൻ തോന്നും. പക്ഷെ ഇന്ന് അത് പ്രാപിക്കണം കേട്ടോ. എന്തോ ഇന്ന് അറിയത്തില്ല, പരിശുദ്ധമായി ശക്തമായി ഇറങ്ങി നിൽക്കുക. ഇവിടെ ചിലർക്ക് മനസ്സിന് സൗഖ്യം ഇന്ന് വേണം. ഫിസിക്കൽ സൗഖ്യവും ദൈവം ചെയ്യും, അപ്പോൾ തന്നെ മനസ്സിന് സൗഖ്യം വേണം. ഇതിന്ന് പ്രാപിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം. ഈ ആരാധന വെറുതെ അല്ല വന്നിരിക്കുന്നത്. എന്തോ ചില മണ്ഡലത്തിൽ ചില കാര്യങ്ങൾ ദൈവം കൈകാര്യം ചെയ്യാൻ പോവുക. വീട്ടിന്റെ അവസ്ഥ വരെ മാറുമെന്ന് ഇന്ന് ഞാൻ പകൽ ദൂത് പറയാ. നീ മനസ്സിന് സൗഖ്യം വാങ്ങിച്ചുകൊണ്ട് പോകും. മറ്റേ ആർക്കും ഒരു പ്രശ്നമില്ല. മനസ്സിന് സൗഖ്യമില്ലാതിരുന്നാൽ ഇത് നമുക്ക് തന്നെ കേട്. ദൈവം വെച്ച സന്തോഷം അനുഭവിക്കാൻ പറ്റത്തില്ല. മനസ്സ് തുറന്ന് ഒരാളോട് മിണ്ടാൻ പറ്റത്തില്ല. പറയുമ്പോ ദൈവം ഇതാണ്. ആരാധനയ്ക്ക് വരുന്നു, സ്ഥാനപ്പെട്ടു. പക്ഷേ ഈ സൗഖ്യത്തെ സ്വീകരിക്കണം. ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറ്. എനിക്കൊന്ന് ആത്മാവി ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പ്രസൻസ് ഇതിനകത്ത് ചലിക്കുകയാണ്. ഏറ്റെടുക്കാൻ തയ്യാറായാൽ നിന്നെ മനസ്സിനിട്ട് കറക്കുന്ന മണ്ഡലത്തിൽ ഒരു സൗഖ്യം. അടുത്തത് മൂന്നാമത് എന്താ ചെയ്യുന്നത്? അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ നിന്റെ ജീവൻ, ആ വാക്യം ഒന്നിച്ചു വായിച്ചു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്ത് അവിടെ കൊണ്ട് നിർത്തുകയല്ല, പിന്നെന്ത് ചെയ്യും? ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. ആരായി ദൈവം? അവന്റെ ഉപകാരങ്ങളൊന്നും നീ മറക്കരുത്. നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന ദൈവം. ഇതിനപ്പുറത്ത് വേറെ എന്തോ വേണം? എന്റെ നല്ല കർത്താവിനെ കിട്ടിയതുകൊണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പായി, ഈ ഭൂമിയിൽ തിരിച്ചറിഞ്ഞോ, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. എത്ര നാള് ജീവിച്ചാലും ഒരിക്കൽ മരിക്കണം. പ്രാർത്ഥിച്ച ഈ മണ്ണാകുന്ന ഈ ശരീരം മാത്രമാണ് കല്ലറയിൽ അടക്കത്തുള്ളൂ.
അവന്റെ അകത്തൊരാത്മാവുണ്ട്. ആത്മാവിനെ അടക്കാൻ പറ്റത്തില്ല. അടക്കുന്നതിന് മുമ്പേ ആത്മാവ് പോയിട്ടുണ്ട്. അതിനൊരു നിത്യതയുണ്ട്. അത് നിത്യ നരകത്തിൽ പോകാതെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കരുകൾ പ്രാപിച്ച വ്യക്തിക്കൊരു പ്രത്യാശയുണ്ട്. നാശത്തിൽ നിന്റെ ജീവനെ. അത് ആത്മീയമായി നിൽക്കുമ്പോ നാളുകളിൽ മരണത്തിനപ്പുറം സംഭവിക്കേണ്ട നാശത്തിൽ എന്നെ കൊണ്ടുവന്നൊരു ദൈവമുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ദൈവം ഇതിലൊരു കാര്യം ദൈവാത്മ ഉറപ്പ് തരും. നിന്റെ മരണത്തിനപ്പുറം നീ നാശത്തിൽ പോകത്തില്ല. വചന സന്ദേശം കേട്ട പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു പ്രാർത്ഥന നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. സ്വർഗീയ പിതാവേ, ഈ ദൈവജന ശുശ്രൂഷ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിലെ അസ്വസ്ഥ മണ്ഡലങ്ങൾ മാറട്ടെ, സമാധാനം കൊണ്ട് നിറയട്ടെ, തലമുറകൾക്ക് അത്ഭുതം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ പാപവഴികളെ വിടുവാൻ ആഗ്രഹിക്കുന്നവർ പാപവഴികളെ വിട്ട് ക്രിസ്തുവിന്റെ വഴിയിൽ നടപ്പാൻ കർത്താവ് ഇടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ മനസ്സ് തകർന്നിരിക്കുന്നവരുണ്ടല്ലോ, അവരുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ അത്ഭുതകരം അവർക്കായി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സൗഖ്യങ്ങളെ ദൈവം അയക്കണമേ. നിരാശപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ തന്നെ ദൈവീയാത്മാവിന്റെ സ്പർശനം അവരനുഭവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ആകമാനം വ്യത്യാസമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, ഇനിയും നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ പ്രേരണ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക. ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സർവശക്തനായ ദൈവം നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെയും വിടുതലെയും വ്യത്യാസങ്ങളെയും ചെയ്യും. അതുപോലെ ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിപ്പാൻ അവസരമുണ്ട്. എല്ലാ ബുധനാഴ്ചയും എല്ലാ ഞായറാഴ്ചയും പുനലൂരിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ആത്മീയ ആരാധനകളും വിടുതൽ ശുശ്രൂഷയും നടക്കുന്നു. ലുക്കിംഗ് അറ്റ് ജീസസ് അപ്പോസ്റ്റലിക് വർഷിപ്പ് സെന്റർ YMCA ഹാൾ പുനലൂരിലാണ് മീറ്റിംഗ് നടക്കുന്നത്. ചെമ്മന്തൂർ ഭാഗത്താണ്. എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു.